ഹായ്, ഇന്നത്തെ നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ റോഡിന്റെ വയർലെസ് ഗോ ടു എന്ന് പറയുന്ന മൈക്കാണ്. അതായത് 2 പേർക്ക് യൂസ് ചെയ്യാൻ ഡുവലാണ്. ഒരു റിസീവറും 2 ട്രാൻസ്മിറ്ററും ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഒരുപാട് നാൾ കാത്തിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുമായിരുന്നു നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ഭയങ്കര ബോറാണെന്ന്. അപ്പോഴൊക്കെ നമ്മൾ ആദ്യം വയർ മൈക്ക് മേടിച്ചു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോവെൽറ്റിൻ്റെ ഒരു സിംഗിൾ, അതായത് ഒരു റിസീവറും ഒരു ട്രാൻസ്മിറ്ററും വരുന്നൊരു മൈക്ക് നമുക്ക് അവൻ യൂസ് ചെയ്യാനായിട്ട് തന്നിരുന്നു. അപ്പോൾ അതിനുശേഷം ഫൈനലി നമുക്ക് ആ ഒരു മൈക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് എത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഏത് സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ മച്ചാൻ ഗാലറി നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ ദിസ് ഇസ് മീ നൗഫൽ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മച്ചാൻ ഗാലറി. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം അല്ലേ? സോ ഓക്കെ, ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ നമ്മളൊരു പ്രൊഡക്റ്റ് കാത്തിരുന്ന് അത് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ശരി, അടിപൊളി പാക്കിംഗ് ആണ്. ഇത് IMS സ്റ്റുഡൻറ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് നമ്മളിത് ഓർഡർ ചെയ്ത് വരുത്തിച്ചത്. ഇത് നമുക്ക് അതിനകത്ത് ചെറിയ ഓഫറുകൾ കിടന്നു കേട്ടോ. ഓഫർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 32,000 ആണ് ഇതിൻ്റെ റിയൽ MRP വരുന്നത്. നമുക്കതൊരു 27,177 കിട്ടി. അപ്പം ഇതാണ് പ്രൊഡക്റ്റ്. നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. IMS സ്റ്റുഡൻറ്റിൻ്റെ imsstudent.com. ഓക്കെ, അപ്പം ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം ജെന്യൂ പ്രോഡക്റ്റാണ്. നല്ല കെയർ ആയിട്ട് പ്രോഡക്റ്റിന് ഒരു ഇതും ഡാമേജും വരാത്ത രീതിയിലാണ് അവരത് പാക്ക് ചെയ്തിരിക്കുന്നതൊക്കെ. സോ അതിനകത്ത് ഒരു IMS സ്റ്റുഡൻറ്റിൻ്റെ റെൻ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. കാരണം അവരുടെ പ്രൊഡക്ട്സ് നമുക്ക് റെൻറ്റിന് എടുക്കാനും പറ്റും കേട്ടോ. റെൻ്റലൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്. ഞാനിപ്പം ഇത് 3ാമത്തെ വട്ടമാണ് IMS സ്റ്റുഡൻറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ബട്ട് എനിക്ക് ഈ വട്ടം ഫെഡെക്സിൻ്റെ കൊറിയറിൽ നിന്ന് ചെറിയൊരു ഇതുണ്ട്. അവിടെ അവർക്ക് അത് സുഖമില്ലാത്തതുകൊണ്ടായിരിക്കണം ഡിലേ ആയി, നമുക്ക് ഡെലിവറി ഡിലേ ആയി. പിന്നെ ഞാൻ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വന്നു. എന്തായാലും ഇതാണ് ബില്ല്. 27,177 നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. ആഗ്രഹിച്ച സാധനം ഞാൻ അങ്ങനെ സ്വന്തമാക്കി. ഇതിനു വേണ്ടി എൻ്റെ ബൈക്ക് വിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും യൂട്യൂബ് എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്, പാഷനാണ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ചാനൽ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് അപ്ഡേഷൻ സെറ്റായി. ഇനി നമുക്ക് ഹെലിക്യാം മേടിക്കണം, അതുപോലെ നമുക്ക് വേറെ ഗാഡ്ജറ്റ്സുകൾ പലതും DSLR ക്യാമറ മേടിക്കണം, അങ്ങനെ ഓരോന്നും നമുക്ക് മേടിക്കണം. അപ്പം ഇതെന്തായാലും നമുക്കൊന്ന് ഐശ്വര്യമായിട്ട് തുറക്കായില്ല. ഇത് നോക്കി നൈസായിട്ടുണ്ട്. ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയാണ് വയർലെസ് ഗോ ടു. അതായത് മൈക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നൊരു മൈക്കാണ് റോഡിൻ്റെ വയർലെസ് ഗോ ടു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോട്ടോവെൽറ്റിൻ്റെ മൈക്ക് ക്വാളിറ്റിയാണ്, സൗണ്ട് ക്വാളിറ്റിയാണ്. ഇതിനകത്ത് ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ് വരുന്നത്. റിസീവർ നമ്മുടെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇതാണ് അതിൻ്റെ റിസീവർ, ഇത് ട്രാൻസ്മിറ്റർ. കണ്ടല്ലോ, ഇത് സിംഗിളാണ്, ഇത് ഡുവലാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ പോയെന്ന് പറഞ്ഞാൽ, കൂടുതലും നമ്മൾ ഇൻ്റർവ്യൂസും, അതായത് നമ്മൾ ഓരോ വ്ളോഗുകൾ ചെയ്യാൻ പോകുമ്പോൾ ഓരോ ഓഫറുകളോ ഷോപ്പുകളൊക്കെ പരിചയപ്പെടുത്തുമ്പോഴും നമുക്ക് 2 പേർക്ക് സൗണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടും. 1 മീറ്റർ അകലം പാലിക്കാൻ പറ്റും. അവർക്കൊരു മൈക്ക് കൊടുക്കാം, എനിക്കൊരു മൈക്ക്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വാങ്ങിക്കലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സ്വന്തമാക്കിയത്. ഇത് എന്തായാലും എനിക്ക് എൻ്റെ ഫ്യൂച്ചർ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് പറഞ്ഞാൽ, എനിക്കൊരു ഇൻ്റർവ്യൂ ചെയ്യണം, നമുക്കൊരു ബീച്ചിൽ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കണം, പുതിയ കണ്ടന്റിലേക്ക് കിടക്കുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് പൊട്ടിക്കാം. പക്ക പാക്ഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് അൺബോക്സ് ചെയ്യാണ്. ആഹാ, ഓക്കെ. അതിനകത്തൊരു ബോക്സ് പോലെ ഉണ്ട്. ഇതാണ്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ അതിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, നോക്കിയേ, ഇതൊരു ക്യാരി കേസാണ്. ഒരു ചെറിയ ബാഗ് പോലെ, ചെറിയൊരു ബോക്സ് പോലെ ക്യാരി കേസാണ്. നമുക്കിതിനകത്ത് ഈ മൈക്കുകളെല്ലാം വെച്ച് ഭദ്രമായിട്ട് കൊണ്ടുപോകാനുള്ളൊരു ക്യാരി കേസ്. കണ്ടല്ലോ, ക്യാരി കേസ് ഫസ്റ്റ്. അപ്പോൾ അതിവിടെ വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഇത്രയും കേബിൾസ് വരുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ട്രാൻസ്മിറ്റർ റീചാർജ് ചെയ്യാം, അതുപോലെ 3 ചാർജിങ്ങിന് വേണ്ടിയിട്ടും, അതുപോലെ കമ്പ്യൂട്ടറിൽ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെയുള്ള കേബിൾസാണ് കേട്ടോ. സി പോർട്ടിൻ്റെ ആണ് കേബിൾസ് വരുന്നത്. അതെ, സി പോർട്ടാണ്.
സീപോർട്ടിൻ്റെ കേബിളാണ് വരുന്നത്. ഒന്ന് ചാർജിങ് ചെയ്യാനും, ഇത് 3 എണ്ണം ഒരുമിച്ച് ചാർജ് ചെയ്യണമല്ലോ. 7 hour വരെയൊക്കെ ഇതിൻ്റെ ചാർജിങ് ബാക്കപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് 3 എണ്ണം ചാർജ് ചെയ്യാനുള്ള 3 ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് നമ്മളുടെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ള കേബിൾ. ഇനി നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാനായിട്ട് വേണ്ടത് RRSൻ്റെ വേറൊരു കോഡ് വരുന്നൊരു കേബിളുണ്ട്, അതുകൂടെ നമ്മൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്യാമറയിൽ, DSLR ക്യാമറയിൽ നമ്മൾ GoPro ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കാറ്റലോഗ് ഉണ്ട് അവരുടെ തന്നെ, ഇതിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, നൈസായിട്ടുണ്ട്. അത് ഐഫോണിലും ഐപാഡിലും എല്ലാം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സമാധാനമായിട്ട് ഇനി ഒന്ന് വായിച്ചു നോക്കി ഇതെല്ലാം ഒന്ന് പഠിക്കണം. ഇതിനൊരു കോഡ് പറയും, TRRS, RS, അങ്ങനെ ഓരോ കോഡുകളുണ്ട്. അപ്പം ഇത് TRS ആണ്, TRRS ഉണ്ട്, അങ്ങനെ അത് ഫീമെയിൽ ടു മെയിൽ കണക്റ്റ് ഒക്കെ ഉണ്ട്. അതായത് ഇത് നമുക്ക് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാം, ഇത് നമുക്ക് ട്രാൻസ്മിറ്ററിൽ കണക്ട് ചെയ്യാം. ഇതാണ് ആ കേബിൾ, TRRSൻ്റെ കേബിൾ. അതായത് ഈ TRRS വരുന്നുണ്ടാകും മെയിൽ ടു ഫീമെയിൽ, അങ്ങനെ ഒരു കോഡുണ്ട്. ഇതിൽ 3, ഞാൻ സാധാരണക്കാരുടെ രീതിയിൽ പറഞ്ഞുതരാം. ഇതിൽ 3 ഇത് വരുന്നുണ്ടോ, 3 എണ്ണം ബ്ലാക്ക്, 3 എണ്ണം കണ്ടോ, 1, 2, 3. ഇത് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാം. അപ്പോൾ 2 ആണ്. പലപ്പോഴും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് TRS ക്യാമറയിൽ കണക്ട് ചെയ്യേണ്ട കേബിൾ എടുത്ത് ഞാൻ ഫോണിൽ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് ഫുൾ എപ്പിസോഡ് തീർന്നപ്പോൾ സൗണ്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ പലപ്പോഴും പണി കിട്ടിയിട്ടുണ്ട്. അത് എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഈ മെയിൻ, ഇത് TRRS ആണോ TRS ആണോ, അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഞാൻ ഒരു വർക്ക് എടുക്കാറുണ്ട്. പിന്നെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇത് കാണാം. ഇനിയാണ് നമ്മളുടെ ട്രാൻസ്മിറ്ററും റിസീവറും എല്ലാം കാണാൻ പോകുന്നത് കേട്ടോ. വാവ്, അടിപൊളി. വാവ്, പല്ലിയൊന്നും കയറാതിരിക്കാനല്ല, പാറ്റയൊന്നും കയറാതിരിക്കാനുള്ള സെക്യൂരിറ്റി. ഓക്കെ, ദെൻ നൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം എക്സ്ട്രാ വരുന്നുണ്ട്. വോയിസ് റെഡ്യൂസറാണ് ഈ കാണുന്നത്. ഇത് വിൻഡ് ഷീൽഡാണ് കേട്ടോ, വിൻഡ്. അപ്പോൾ നമുക്ക് 3 വിൻഷീൽഡ് കിട്ടിയിട്ടുണ്ട്. വിൻഷീൽഡ് എന്ന് പറഞ്ഞാൽ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ, നമ്മുടെ ഈ കാറ്റ്, നമ്മൾ ബീച്ചിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരു നോയ്സും ഇല്ലാതെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് 3 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അത് 3 എണ്ണം ഉണ്ട്. അപ്പോൾ നോക്കട്ടെ, അടിപൊളിയായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മളുടെ 2 ട്രാൻസ്മിറ്റർ, ഒരു റിസീവർ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് അതങ്ങ് എടുക്കാം. ഓക്കെ, ഗുഡ്. വാ, അടിപൊളി. അപ്പോൾ നമുക്ക് അതുകൂടെ ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒരു റിസീവർ, ഇത് 30, ഇതിനകത്ത് എന്തൊക്കെ കോഡൊക്കെ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. 10 എന്നൊക്കെ പറഞ്ഞ് എന്താണോ എന്തോ, എനിക്കതറിയില്ല എന്താണ്, കണ്ടോ, കോഡൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇത് നല്ല രീതിയിലൊന്ന് പഠിക്കണം. അപ്പം ഇത് 1, 2 ഒക്കെ ഇനി കണ്ടുപിടിക്കണം കേട്ടോ. കൊള്ളാമല്ലേ, 3 എണ്ണം ഇത്രയാണ്. അപ്പോൾ ഇത് നമ്മളെ ക്യാമറയിൽ, റിസീവർ നമ്മളെ ക്യാമറയിൽ വയ്ക്കും. ഇത് 2 എണ്ണം നമുക്ക് ഒരെണ്ണം നമ്മളെ ആരുമായിട്ടാണോ വ്ലോഗ് ചെയ്യുന്നത് അവർക്ക് കൊടുക്കാം, എനിക്ക് വയ്ക്കാം. സൗണ്ട് ക്വാളിറ്റിയൊക്കെ നമുക്ക് നോക്കണം. ഇത് കണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ അത് സ്ട്രോങ് ആണ്, കുഴപ്പമില്ല, സ്ട്രോങ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാം. കണ്ടോ എങ്ങനെ ഇരിക്കും. ഇതുപോലെ തന്നെ ഇതിലും നമുക്ക് ഒരെണ്ണം വയ്ക്കാൻ പറ്റും. നൈസായിട്ടുണ്ടല്ലേ, അടിപൊളിയല്ലേ. സൂപ്പർ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി നോക്കാം. വാ, ഒന്ന് ഓണാക്കി നോക്കട്ടെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പവർ ഓണാക്കാം. ഇവിടാണെന്ന് തോന്നുന്നു. വയർലെസ് ഗോ ടു. അപ്പോൾ അത് നമ്മളുടെ റിസീവർ ഓണായി. ഇനി നമുക്ക് നമ്മുടെ ട്രാൻസ്മിറ്റർ ഒന്ന് ഓണാക്കി നോക്കാം. ഇത് തൽക്കാലത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മളെ ട്രാൻസ്മിറ്റേഴ്സ് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ 1 ഇപ്പം നമ്മളുടെ ഓണായിരിക്കുന്നത് 2 ആണ് കേട്ടോ. ഇതിനകത്തൊരു സ്റ്റിക്കർ ഒട്ടിക്കണം, 2 എന്ന് എഴുതിയിട്ടില്ലേ അവനെ. 2, ഇത് 2 ആണ് ഇപ്പോൾ ഓണായിരിക്കുന്നത്. ഇനി നമ്മൾ ഓണാക്കാൻ പോകുന്നത് 1. ഇപ്പം നമ്മുടെ 1 ഓണായി. അപ്പം 1ഉം 2 അല്ലേ, നൈസായിട്ട് 1ഉം 2ഉം ഓണായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് നോക്കിയാലോ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. എന്താ പറയുന്നു, നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാനും ആമിനയും കൂടെ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഫോട്ടോവെൽറ്റിനെയും കുറച്ചുകൂടെ ചെറുതാണ് അല്ലേ, ഇതിനേക്കായും കുറച്ചുകൂടെ ചെറുതാണ് അല്ലേ, ഡിഫറൻസ് നോക്കി അല്ലേ, കുറച്ചുകൂടെ ചെറുതല്ലേ, നല്ല ചെറുതാണ്. അത് നോക്കി, നല്ല ചെറുതാണ്, ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. എല്ലാം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി. അപ്പോൾ നമുക്ക് ഇതിന്റെ മൈക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൈക്ക് ചെക്ക് ചെയ്യാൻ പോവുകയാണ്, ഓളി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നിഹാൻ അവിടെ നിന്നൊരു പാട്ട് പാടാം, ഞാൻ ഇവിടെ നിന്നൊരു പാട്ട് പാടാം. ഫസ്റ്റ് വാപ്പി ഒരു പാട്ട് പാടാം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. നീ
Dance monkey, dance monkey, dance monkey, oh oh. When I'm done, I make it to be താങ്ക് യു താങ്ക് യു. അപ്പൊ സൗണ്ട് എങ്ങനെയുണ്ട്? നീ ഇനി അവിടെ നിന്ന് സംസാരിച്ചേ, ഇനി സംസാരിക്കും. സൗണ്ട് ചുമ്മാ വാപ്പിയുടെ വിശേഷങ്ങൾ ചോദിക്കും. സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ടിരിക്കുന്നു. മൈക്കൊക്കെ മേടിച്ച സന്തോഷത്തിലാണ് ഞാൻ. അപ്പൊ നമ്മള് മച്ചാന്മാരും സുഖമായിട്ടിരിക്കുന്നു ചോദിച്ചേ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് അതിനെ വോളിയം നോക്കാം അല്ലേ? ഓക്കെ, നീ ഒന്ന് എടുത്തേ. രണ്ടിന്റെ വോളിയം ക്വാളിറ്റി നോക്കട്ടെ. ഇതൂടെ ഒന്ന് ഓണാക്കാൻ. ഓക്കെ അല്ലേ? പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. ഓക്കെ അല്ലേ? ആ വോളിയം ഓക്കെ അല്ലേ? ഞാൻ അടുത്തത് ട്രാൻസ്മിറ്റർ 2 ഓൺ. ഹലോ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മച്ചാമാരെ. അപ്പൊ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ഡുവൽ 2 മൈക്ക് വയർലെസ് 2 ആൻഡ് 1 2 1 2 1 2. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കണം. അപ്പൊ നമുക്ക് 2 മാത്രം ഒന്ന് വെച്ചിട്ടൊന്ന് നോക്കാം അല്ലേ? ഇനി 2 മാത്രമാണ്. അപ്പോൾ ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. 2, അതായത് നമ്മളിപ്പം സെക്കൻഡ് ട്രാൻസ്മിറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഫീഡ്ബാക്ക് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മളൊരു 3-4 മാസം കഴിഞ്ഞ ഒരു മാസം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ സെറ്റപ്പും സെറ്റിങ്സും ഇതിന്റെ ഫുൾ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം സൗണ്ട് ക്വാളിറ്റി അടിപൊളിയല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിപ്പോ നിങ്ങൾ കേട്ട റോഡിന്റെ വോളിയാണ്. ഇനി നമുക്ക് ഫോട്ടോ വെൽറ്റിന്റെ വോളിയം ഒന്ന് നോക്കാം കേട്ടോ. അപ്പം മച്ചാമാരെ, ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന എന്റെ ഫോട്ടോ വെൽറ്റിന്റെ വോളിയാണ്. ഇതിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. ഇത് സിംഗിൾ ചാനലാണ് കേട്ടോ. ഇത് 1 ഇത് ട്രാൻസ്മിറ്റർ, അത് റിസീവറും അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിംഗിൾ ആണ്. അപ്പൊ എനിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇതാണെങ്കിൽ ഡുവൽ ആണ്, നമുക്ക് 2 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ഫോട്ടോ വെൽറ്റിന്റെ വോളിയം കേട്ടോ. ഇതിനിപ്പം ഡുവലായിട്ടാണെന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് നോക്കി. ഇനി നമുക്ക് സിംഗിൾ ആയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഒരെണ്ണം മാത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ 2 പേരായിട്ട് വീഡിയോ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരാളായിട്ട് ചെയ്യുമ്പം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫോട്ടോ വെൽറ്റ് ഇപ്പം ഓഫ് ചെയ്യാണ്. അടുത്ത നമ്മൾ റോഡ് കണക്ട് ചെയ്യാം. അപ്പം മച്ചാമാരെ, നമ്മൾ 2 ഓഫ് ചെയ്തു. അതായത് രണ്ടാമത്തെ ട്രാൻസ്മിറ്റർ നമ്മൾ ഓഫ് ചെയ്തു. ഇപ്പം ഒന്നാമത്തെ ട്രാൻസ്മിറ്റർ മാത്രമാണ്, സിംഗിൾ ആണ് നമ്മളിപ്പോൾ റോഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ വില വരുന്നത് 27,000 രൂപയാണ്. ഇതിന്റെ സിംഗിൾ ചാനൽ വരുന്നത് ഏതാണ്ട് 19,000 രൂപയാണ്. IMS സ്റ്റുഡൻറ് വരുന്നത് 20,000 അതിനകത്താണ്, ഞാൻ നോക്കിയിട്ടില്ല. അപ്പം IMS സ്റ്റുഡൻറ്റിൽ നല്ല രീതിയിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റും. IMS സ്റ്റുഡൻറ്റിൽ അപ്പം ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, ജസ്റ്റ് നമ്മളുടെ അൺബോക്സിംഗ് ആണ്. അപ്പം നിങ്ങൾ അവരുടെ സൈറ്റിൽ പോയി വാങ്ങിച്ചാൽ മതി. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി. എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയെന്തെന്ന് പറഞ്ഞാലേ, ഈ ഒരു ചെറിയ പേഴ്സ് വന്ന് ഇത് മാത്രം ആക്കിയത് ബോഷായിപ്പോ. ഇത് നമുക്കിപ്പോൾ എന്താണ്ടോ വേറെ ഫോട്ടോ വെൽറ്റിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെട്ടി പോലെ വരുന്നുണ്ട്, സേഫ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുന്നൊരു ഇതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് വെറും ഒരു പേഴ്സ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ സേഫ് ആയിട്ടിരുന്നോളൂ. ഇങ്ങനൊരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ല. പക്ഷെ ഇതൊരു ചെറിയ പേഴ്സ് ഉണ്ടോ, റോഡിന്റെ ഒരു പേഴ്സ് മാത്രം കണക്ക് തന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്യാരി കേസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചെറിയൊരു ക്യാരി കേസാണ്. അപ്പൊ ഇതൊരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്. ഇത്രയും വലിയ നമ്മൾ ഇത്രയും 27,000 28,000 രൂപയൊക്കെ കൊടുത്തൊരു ഇത് മൈക്ക് മേടിക്കുമ്പോൾ അതിന്റെ ക്യാരി കേസ് കുറച്ചുകൂടെ ഒരു ബോക്സ് കണക്കൊക്കെ ആക്കാമായിരുന്നു അവർക്ക്. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഇതിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയാ, നല്ല പെർഫെക്റ്റ് ഒരു ബോക്സ് പോലെയാണ് കേട്ടോ. ബാഗ്, നല്ലൊരു ബാഗാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡുവൽ മൈക്കൊക്കെ വെച്ചിട്ട് ഒരു സൗണ്ടിന്റെ ഡിസ്ട്രാക്റ്റിംഗും ഇല്ലാതെ അടിപൊളി സൗണ്ട് ക്വാളിറ്റി ആയിട്ട് പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് മച്ചാൻ ഗാലറി. നൗ ഫാലിദ് സൈനിങ് ഓഫ്. ബൈ.